എവിടെയാ നമ്മളിപ്പിള്ളെ ഹെൽമെറ്റ് ഇട്ടിട്ട് പോന്ന്? ഓണത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയാലോ? സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയല്ലോ, പിന്നെന്നാ? വൈശേട്ടനെ ഒന്ന് ഒന്ന് ഇറക്കിയിട്ടാ വൈശേട്ടൻ എന്തെങ്കിലും വാങ്ങിത്തരും. വൈശേട്ടന്റെ പോക്കറ്റ് കണ്ട? പോക്കറ്റ് ഇല്ല, കാലിയായി. പറഞ്ഞു കേട്ടാ തോന്നുന്നു നീ എനിക്ക് സ്വർണ്ണമാണ് വാങ്ങിത്തരുന്നതെന്ന്. ഗൈസ്, നമ്മൾ ഇത് രണ്ടാളും ഇന്ന് ഓണച്ചന്ത വരെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ സ്റ്റോൾ ഇട്ടിട്ട് ഒരു 3 ദിവസത്തിന് മേലെയായി തലശ്ശേരി സ്റ്റേഡിയത്തിന്റെ അടുത്ത്. പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ പോയിട്ടില്ല. പക്ഷെ പോവാറിങ്ങിയ സമയം കാലാവസ്ഥ അനുവദിക്കുന്നില്ല. കാലാവസ്ഥ നോക്കിയിരുന്ന നമ്മൾ അവിടെ ഇരിക്കലേ ഉണ്ടാവും. നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് പോവലേ. അവിടെയാണെങ്കിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുറെ ഓണത്തിന്റെ ഫെസ്റ്റോ അല്ലെങ്കിൽ ചന്ത മാത്രമാണ് തോന്നുന്നത്. ചെറിയ പൈസക്ക് എന്തെങ്കിലുമൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ടോ എന്നുള്ള അറിഞ്ഞൂടെ, കാരണം കൂടുതലായിട്ടും ഡ്രസ്സസ് ആയിരിക്കും അവിടെ കൂടുതലുണ്ടാവുക. നീ പോകുന്നത് കമ്മൽ നോക്കാനാ. പക്ഷെ എന്റെ ടൈപ്പ് ആക്സസറീസ് ഒന്നും അവിടെ കിട്ടും. എനിക്ക് ഇലക്ട്രോണിക്സ് ടൈപ്പ് ആക്സസറീസിന് കൊണ്ടുവന്ന് കമ്പം. ക്യാപ്റ്റൻ അമേരിക്കയുടെ കീ ചെയിൻ, എനിക്ക് ഇങ്ങനത്തെ കീ ചെയിന് തൂക്കി ഐറ്റംസ് ആണ് എനിക്ക് തരുന്നത്. കട ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവൻ പിന്നെ നമ്മളെ ഉപ്പിലിട്ടൊരു ചേട്ടായി ഉണ്ട് അവിടെ. ആ ചേട്ടായിനെയും കൂടി നമ്മൾ കാണിച്ചു തരാം. അയാളുടെ സ്റ്റോറി അയാൾ അവിടെ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞുതരാം, അല്ലേ ഗൈസ്? അപ്പൊ എന്തായാലും നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. അടുത്തൊരു മഴ പിടിക്കുന്ന മുമ്പേ നമ്മൾ നേരെ തലശ്ശേരി വിടട്ടെ. നമ്മൾ കോട്ടയുടെ അടുത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. നിങ്ങൾ അവിടുന്ന് ഇവിടം വരെയും ഇവിടുന്ന് അവിടം വരെയും നോക്കിയാൽ എന്തുണ്ട്? ട്രാഫിക്കും ഉണ്ട്. പിന്നെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം പോലും ഇല്ല. തൽക്കാലം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടുത്താണ് നമുക്ക് ഓണച്ചന്ത ഉള്ളത്. കാറിനെല്ലാം പൊട്ടിച്ചോട് കേട്ടാ, അവരൊക്കെ പൈസ കൊടുക്കാൻ കൂടി പറ്റൂല. ഇനി നമുക്ക് നേരെ ഓണച്ചന്ത നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോവാമല്ലേ. ഇല്ലേ, റോഡ് മൊത്തം ട്രാഫിക്കാണ്. നമ്മള് ഏകദേശം അരമണിക്കൂർ ട്രാഫിക് പെട്ടുപോയതല്ലേ. അവിടെ നിന്ന് ഇപ്പോഴാണ് കുറച്ച് ആശ്വാസത്തില് നമ്മൾ നേരെ നടന്നു വരുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോണം, എന്നാലേ എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദേവുവേ, ഇതാണ് ഞാൻ കണ്ട എന്റെ തലശ്ശേരിയുടെ ഓണം. ഈ ട്രാഫിക് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കണ്ടില്ലേ, അവിടെ നിന്ന് തുടങ്ങിയ ട്രാഫിക് ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. പിന്നെ നമ്മളെ സ്റ്റാള് വരുന്നത് അവിടെ തൊട്ടാണ് സ്റ്റാളിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്, അല്ലേ? കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് പൂക്കൾ മാത്രം വിൽക്കുന്ന സ്ഥലമേ ഉള്ളൂ, അല്ലേ? അങ്ങോട്ടുണ്ടോ? നമുക്കെന്നാ അങ്ങോട്ടേക്കുള്ള ചന്തയും കൂടി നോക്കിയിട്ട് വരാം. അയ്യോ, ഇവിടുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ജാം ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ മുതലാണ് നമ്മളെ പൂക്കട ആരംഭിക്കുന്നത്. കംപ്ലീറ്റ് ആൾക്കാരും പൂ വാങ്ങിക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മളത് പിന്നെ ട്രിവാൻഡ്രത്തായോണ്ട് വലിയ പ്രശ്നമില്ലല്ലേ. ഓണം ഇങ്ങനെ തിരക്കിൽ പെടേണ്ട ആവശ്യമില്ല. നമുക്ക് പൂ വാങ്ങിക്കണ്ട. ദേവുവിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഉത്സവ പറമ്പോ അല്ലേ? ഉത്സവത്തിൽ ചന്തയിൽ വന്ന ഫീലാണ് നമുക്കുള്ളത്. കണ്ടില്ലേ, കംപ്ലീറ്റ് തുണികളും പിന്നെ ആടി ആഭരണങ്ങളും പൂക്കളും. പൂക്കൾക്ക് വേറെ തന്നെ സെഷനും സാധനങ്ങൾക്ക് വേറെ തന്നെ സെഷനും. എന്ത് ഇതിലെ കുട്ടികളെയാന്ന് കംപ്ലീറ്റ് ആണ്, ഫുള്ള് തിരക്കാണ്. ദേവുവിന്റെ സെഷനിൽ എത്തിയിട്ടുണ്ട്. എന്താ ദേവു നോക്കുന്നത്? നീ എന്താ കളിപ്പാട്ടം വാങ്ങാനോ? അതെത്രയാ? അത് വാങ്ങിച്ചു നോക്കട്ടെ. നീ ശരിക്കും എന്തിനാ ഇവിടെ വന്നത്? അത് കൊള്ളാം. ഞാൻ ക്യാപ്റ്റൻ അമേരിക്കന്റെ ഫാനാണ്. ക്യാപ്റ്റൻ അമേരിക്ക മതി. ചോട്ടാ ഭീമിന് ഹനുമാൻ ഉണ്ടായത്. സത്യം. നീ വേറെ ബോവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ. റോസാപ്പൂ എടുക്ക്. കാണുന്ന ഇതാണ് ക്ലിപ്പാ, അത് വേണോ? ഇതൊന്നും എനിക്ക് കൊച്ചു പിള്ളേര് ഇവിടെ എത്ര രൂപ ചോദിച്ചിനാ? എടുത്തോ, എടുത്തന്നാല്. ഈ കാണുന്ന കട മൊത്തം വാങ്ങിച്ചേർത്താ പെൺകുട്ടികളെയും കുട്ടിക്ക് ഇവിടെ വന്നാലുള്ള അവസ്ഥ. ഇതൊന്നും ഇങ്ങനെ മറിച്ചില്ല. പിന്നെ ദൈവം നല്ല ദേഷ്യം. ദൈവം അടുത്ത സ്ഥലത്തും തേടിയിട്ട് പോവാന്ന്. ഇവിടെ മൊത്തത്തിൽ നല്ല തിരക്കാട്ട. ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നോക്കോ. അടുത്ത സ്ഥലം ദൈവം പിടിച്ചിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് അറ്റാക്കിംഗ് ആണ്. ഏതാ എന്തോന്നും അറിയില്ല. കണ്ട അത് കൊള്ളാം കേട്ടാ. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളിൽ ഇവിടെ ഇല്ല. വില നോക്കല് മാത്രം. ഇത് നമ്മൾ അന്ന് പണ്ട് വന്ന പോലെ ഇല്ലല്ലേ. ഓണം അടുക്കുമ്പോഴത്തേക്കും നല്ല തിരക്കായി. അതിപ്പോ ഭയങ്കര തിരക്കായിട്ടോ. ഇവിടെ ഈവനിങ് ആയതോടുകൂടി ആൾക്കാരെ എല്ലാം കൂടി. നിങ്ങൾ കണ്ടില്ലേ, മൊത്തത്തില് നിറഞ്ഞിരിക്കുവാണ്. ഇവിടുന്ന് മര്യാദക്ക് സെലക്ട് ചെയ്യാനും പറ്റൂല തിരക്കുള്ള സമയത്തല്ലേ.
അതാണ് നമ്മൾ നോക്കട്ടെ. ദേവുന് ഇഷ്ടപ്പെട്ട ഒരു കടയിലെത്തിയിട്ടുണ്ട്. നമ്മളെ ഉപ്പിലിട്ട കട. ഇവിടത്തെ എക്സ്പീരിയൻസ് എന്താ? അയ്യോ ഇപ്പൊ അയാളല്ല, ആള് മാറി, എന്നാലും ആളെങ്ങനെയായിരുന്നു? ഉപ്പിലിട്ടതിന് ഉപ്പില്ല, അയാൾക്കൊരു പിച്ച ഭാവം. ശരിയാണ് ഗൈസ്, തലശ്ശേരിയിൽ ഈ കട കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിച്ചോട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങ് ദൂരെ വരെ കംപ്ലീറ്റ് സ്റ്റാൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ അന്ന് വന്നപ്പോ ഇത്രയും ഉണ്ടായിട്ടില്ലല്ലേ? അന്നേ വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. ഇത് വെറുതെ ആയിപ്പോയി. കുറച്ച് ആശ്വാസമുള്ള സ്ഥലമാണ്. ഇവിടെ ആകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല. അതായത് ഇതിന്റെ സെന്റർ ആണ്. കാരണം ഇവിടെ മഴ കൊള്ളുന്നതുകൊണ്ട് ആരും ഇവിടെ സ്റ്റോൾ ഇടാൻ വഴിയില്ല. ദൈവം അടുത്തോളെ കമ്മൽ തപ്പാൻ വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത്. ഇവിടെ നല്ല സൗണ്ടാണ്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോന്ന് കൂടി അറിയില്ല. ഏതാ നല്ല ബ്രാൻഡ് വെറൈറ്റി കളക്ഷൻസ് എല്ലാം നമ്മളെ തലശ്ശേരിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മുന്നേ ഉള്ളതാന്ന് തോന്നുന്നു. പണ്ടേ ഉള്ളത് ഇത്. ഓണായോണ്ട് എന്തെങ്കിലും വിലക്കുറവുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വിലയെല്ലാം സെയിം തന്നെയാണ്. ഏതെടുത്താലും 67 അല്ല ഞാൻ പറയുന്നത്. ഈ സെഷനിൽ നല്ല ജിമിക്ക് കമ്മൽസ് കിട്ടും കേട്ടോ. നല്ല വൈഡ് വെറൈറ്റി, അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ടൈപ്പ് കമ്മലാണ് ഇത്. നീ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യോ? ഏതിന്? സാധാരണ 200-250 വരും. എത്രയാ? പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ചന്തക്ക് വന്നാലുള്ള കുഴപ്പം. അതാ തിരിഞ്ഞു വന്ന് ഓട്ടോമാറ്റിക്കാന്ന് തോന്നുന്നു. ഒരു ടൈം ലൈൻ വരെ ഇവിടെ നിൽക്കത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യോ? അതാ നീ എന്നെ തൊട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും നല്ല നോക്കി സെലക്ട് ചെയ്യും. ദേവു എന്നെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കൈസ് ഒന്നും മനസ്സിലാവണില്ല. ചന്ത നന്നായിട്ട് പക്ഷെ ഒന്നും ഭംഗിയില്ല. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടാനില്ല അല്ലേ? നിന്റെ കുറച്ച് കമ്മല് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. സമ്മതിച്ചില്ലാന്നാ? ഇവളൊന്നും സെലക്ട് ചെയ്യാൻ ഇവക്ക് അറിഞ്ഞൂടാ. ഞാൻ സെലക്ട് ചെയ്ത് തന്ന്, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പറയുക തമിഴ്നാട്ടിലാണ്. അല്ല തമിഴ്നാട്ടിൽ ലുക്കില്ലേ അതിനൊരു? വേറെ പാന്റ് ഉണ്ട്, വേണ ഇതാ 20 റുപ്യക്ക് പാന്റ്. ഏതെങ്കിലും അണ്ണൻ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും അണ്ണൻ ഉപയോഗിച്ച് തന്നെയായിരിക്കും. ഇടുന്നോ? അപ്പുറത്ത് 10 റുപ്യക്ക് ജെട്ടി കിട്ടും. ഇവിടുന്ന് സ്റ്റോൾ എൻഡ് ചെയ്യുന്ന. നമുക്കെന്നാ തിരിച്ച് അടുത്ത് അതേ റൂട്ടിൽ തന്നെ പോയി നോക്കാം. നമ്മളെങ്ങനെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് ഒരു സംഭവം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അത് എനിക്കുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ കണ്ടിരുന്ന വേഗം ഇറങ്ങട്ടെ. ഉപ്പിലിട്ട കഴിക്കുന്നോ? വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ചിലപ്പോ ഉപ്പാക്കിയിട്ടുണ്ടെങ്കിലോ. ഇവിടം തൊട്ട് അങ്ങോട്ട് വരെയും അവിടുന്ന് ഇങ്ങോട്ട് വരെയും നല്ല തിരക്കാട്ടോ. ഇനി ഇവിടത്തേക്ക് വരുന്ന ആൾക്കാരോട് നിനക്കെന്താ പറയാനുള്ളത്? എന്താ? പിന്നെ പോക്കറ്റ് അടിയും ശ്രദ്ധിക്കാം, അത്ര തന്നെ. ഞാൻ പേഴ്സണൽ ഇടക്കിടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ എല്ലാം പോലെ തന്നെയാണ്. നമുക്ക് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? അടിപൊളിയാണ്. ആകെ 2 സാധനമാണ് വാങ്ങിക്കുന്നത്. നമ്മളിനി ഇവിടെ നേരെ പോവാം. ട്രാഫിക് ഒക്കെ ഒരു 1.5 ട്രാഫിക് ആണല്ലോ. നമ്മൾ ഇതുകൊണ്ടാണ് ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതാ നമുക്ക് ഈ തിരക്കിന്ന് ഇറങ്ങിയിട്ട് കാണുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഇടികിട്ടി ചാവും അല്ലേ? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ പാർക്കിങ്ങിന്റെ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. കാരണം അവിടെ അധികം നിൽക്കാനൊന്നും പറ്റുന്നില്ല അല്ലേ? മഴ പെയ്ത് തോർന്നൊരു എഫക്ട്. എനിക്കാണെങ്കിൽ അവിടെ കണ്ടിട്ട് ചെറിയ പൈസക്ക് ഒരു അൺക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കെല്ലാം കംപ്ലീറ്റ് തോന്നുന്നത്. വലിയ സാധനങ്ങളൊന്നുമല്ല, ഭയങ്കര ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയത് അല്ലേ? ആ ഇട്ടിട്ട് കഴുകി ഉണക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം. അവിടെ കൂടുതലും മറ്റേ ബംഗാളി ടീംസ് കയറി വരുന്നുണ്ട്, അവരാ കൂടുതലും കാണുന്നത്. പിന്നെ അവിടെ സ്റ്റോൾ ഇട്ടിരിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന കുറെ അലികുലിത്ത വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഉള്ളു. അതിൽ കമ്മലാണെങ്കിൽ പിന്നും നല്ലതായിട്ട് തോന്നിയത്. കമ്മൽ നല്ല അഫോർഡബിൾ ആണ്. കാരണം നമ്മൾ പുറത്ത് കടയിൽ 250-300 രൂപയ്ക്ക് മേടിക്കുന്ന ജുംകാസ് ഒക്കെ ഇവിടെ 150 റുപ്പീസിന് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി ലാഭമാണെന്ന് തോന്നുന്നു. വേറൊന്നും എനിക്ക് വലിയ ലാഭമായിട്ട് എനിക്കൊരു കിണ്ടി പോലും കിട്ടിയിട്ടില്ല. ഒരു ഷഡ്ഡിയെങ്കിലും കിട്ടുന്ന പ്രതീക്ഷ ഒന്നുമില്ല. ആരും കിട്ടിയായിരിക്കും പോയായിരുന്നു. അപ്പം പോകുന്നവര് കമ്മല് വാങ്ങുന്നവരും ആണെങ്കിൽ പോക്കും. പിന്നെ പൂവുണ്ട് അല്ലേ? പൂവില്ലേ? നല്ല പൂവുണ്ട് അല്ലേ? പൂ പക്ഷേ എനിക്ക് ഇപ്രാവശ്യം കുറച്ചും കൂടി പൈസ കൂടുതലാണ്. പൂവിന് ഓൾറെഡി ഭയങ്കര പൈസയാണ് അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് ഇനി അടുത്ത നല്ല ട്രാഫിക്കിലേക്കാണ് ഞാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ കാണിച്ചു തരാം. ഇപ്പൊ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ആ ട്രാഫിക് കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ്. പക്ഷെ ബൈക്ക് എടുത്തോണ്ടുള്ള ഗുണം അതാണ്.
സോറി ഉറക്കത്തിലായോണ്ട് ഒരു വലിയ ഇഷ്ടം മാറിക്കോ. ഗൈസ് എന്നാ പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ നിന്നൊന്നും ഇറങ്ങട്ടെ, ഇത് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ തലശ്ശേരിയിൽ നല്ല മുട്ടൻ ട്രാഫിക്കാണ്. ഞാൻ ഈ പറയുന്ന കേൾക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ അല്ലേ. അത്ര തിരക്കാണ്. ഇവിടെയൊക്കെ ഓണം വന്നതിന്റെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇത്ര തിരക്ക് നിങ്ങൾക്ക് കാണാം. സൈഡില് റോഡിലും അതുപോലെ എല്ലായിടത്തും ഭയങ്കര ആളാണ്. അതിന്റെ കൂടെ വണ്ടി. നമ്മളങ്ങനെ നമ്മളെ സ്ഥിരം കടയിലെത്തിയിട്ടുണ്ട്. 30 രൂപ കടയിൽ അല്ലേ. ബാക്കി എല്ലായിടത്തും 50, പിന്നെ 100 ആവുന്ന സമയത്ത് ഇവിടെയെല്ലാം 30 രൂപക്കെല്ലാം കിട്ടും. അപ്പം ഇവളുടെ മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പത്രപ്പാച്ചിലാണ് നമ്മുടെ ദേവു. അതുകൊണ്ട് ദേവുവിനോട് അധികം പറയാൻ വേണ്ടി പറ്റൂല അല്ലേ ദേവുവെ. കിട്ടിയ സാധനം ഏതെങ്കിലും അതിന്റെ ബ്ലാക്ക് കൊള്ളാം. ബ്ലാക്ക് നല്ല പുതിയ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് ക്ലിപ്പ് ഓണാക്കി കാണിച്ച, പക്ഷെ ഓണാക്കാല തുറന്ന് കാണിച്ചേ. അന്ന് നൈസ് സാധനം. എന്തായാലും ഗൈസ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് വേഗം ഇറങ്ങട്ടെ, എനിക്ക് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോകും. ഗൈസ് അങ്ങനെ നമ്മൾ ഓണച്ചന്ത വിട്ടിട്ട് 30 രൂപ കടയിൽ നിന്ന് ഇറങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി അല്ലേ. അവിടെ കിട്ടാത്ത സാധനം ഇവിടെ കിട്ടും. പക്ഷെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. അത് ഇന്ന് ആലോചിക്കും, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച കൂടിയല്ല. അതൊന്നും നമ്മൾ ഇവിടെ കൂട്ടൂല. നാളെ നമ്മൾ ചില കടകൾ കാണൂല. അങ്ങനെ ലീവ് ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ തിരക്കുണ്ടാവും അല്ലേ. എന്തായാലും നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ കാണാം. വീട്ടിൽ തിരിച്ചു പോകണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മഴ സമ്മതിക്കൂല. എപ്പോഴും നമ്മളെ കൂടെ എരണം പിടിച്ചൊരു മഴ ഉണ്ടാവും അല്ലേ. പിന്നെ നമ്മള് നാളെ ഒരു വിശേഷമുള്ളത്, നാളെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിക്കണം അല്ലേ. പൊറിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, അതിന് നമ്മൾ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവാം. പക്ഷെ ടൗണിൽ നമ്മൾ പോകുന്നില്ല, നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങിച്ചോളൂ. പക്ഷെ നല്ല മഴയായതാ, മഴ ശക്തിയായി. ഇനി നമ്മൾ കുറച്ചു നേരം ഇവിടെ മഴ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം, അതാ നല്ലത്. റെയിൻകോട്ട് ഓൾറെഡി ഉണ്ട്, വേണമെങ്കിൽ റെയിൻകോട്ട് ഇടാം. എന്താ റെയിൻകോട്ട് ഇട്ടാ വേഗം പോവാം. റെയിൻകോട്ട് ഇടാം അല്ലേ. ലെറ്റ്സ് ട്രൈ റെയിൻകോട്ട്. നമ്മുടെ ജയഭാരതിന്ന് നമ്മുടെ ഞം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ ട്രിവാൻഡ്രത്തുനിന്ന് ഇവളുടെ അമ്മായിയമ്മക്ക് തിന്നാനുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സോറി, എന്റെ അമ്മായിയമ്മക്ക്, ഇവളെ അമ്മക്ക് മാറിപ്പോയടേ. ഫുള്ള് കൺഫ്യൂഷൻ ആയിപ്പോയി മഴ പെയ്തപ്പോഴത്തേക്കും അല്ലേ. ഇനി എനക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? ഇന്നൊരു ഐസ്ക്രീം വാങ്ങണം. ഓണം പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. ഇപ്പൊ മഴ വീണ്ടും കൂടിയിട്ടുണ്ട്. ഇത് വെറുതെ ഒരു നനക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഴ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മഴയൊന്നും ഇല്ലേ. അല്ല, കഴിഞ്ഞതിന് ശേഷം പെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചെറുതായിട്ട് പൊടിഞ്ഞിനെ, അതായത് സൂചന തന്നെ, അതായത് നമ്മൾ വരാൻ പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ്. പക്ഷെ എന്തായാലും പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. നിങ്ങൾ ഓണത്തിന്റെ പർച്ചേസ് ഞാൻ മുന്നേ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടൗണിലെല്ലാം ഇപ്പം പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. ദയവ് ചെയ്തിട്ട് ഒരാളെല്ലാം സഞ്ചരിക്കുന്നതാണെങ്കിൽ കാർ എടുത്ത് പോകണ്ടേ, നിങ്ങൾ ബൈക്ക് എങ്ങാനും എടുത്ത് പോകും. എന്നാൽ പിന്നെ പോകാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഫാമിലി ആയിട്ട് വരുന്നവർ കാറിന്റെ എടുത്തിട്ട് ഈ ഓണ സമയത്ത് ടൗണിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അത്ര ഇതാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകും. ഇത് ചെറിയ വഴികളിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുന്നത് നടക്കുന്ന ആൾക്കാർ കൂടിയാണ്. കാരണം അവിടെ എല്ലാ മൂവ്മെന്റും അങ്ങ് ബ്ലോക്ക് ആയി പോകും. എത്രയോ ആൾക്കാർക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പം വെക്കേഷൻ ടൈം കൂടിയാണ് വേറെ കാര്യം. പിന്നെ ഓണം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കുക. ഊരാടും പൊതുവെ നല്ല തിരക്കാണ്. നാളെ ഇതിന്റെ അപ്പുറം തിരക്കായിരിക്കും. വാങ്ങിക്കാനും തന്നെ ഇവിടെ തന്നെ നമ്മൾ കണ്ടതിലെല്ലാം കൂടുതലും പൂ സ്റ്റോളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഒരു വണ്ടീന്റെ പേര് പൂവണ്ടി. തീവണ്ടി കാളവണ്ടി എന്നെല്ലാം കേട്ടിട്ടുണ്ട്. പൂവണ്ടി എന്ന് പറഞ്ഞിട്ട് ഏതൊരു ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. അത് പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ ചന്തേൻ്റെത് പറയാൻ വേണ്ടിയാണെങ്കിൽ നമ്മളൊരു ഉത്സവത്തിന് പോയൊരു മൂഡായിരുന്നു. പക്ഷെ ഉത്സവത്തിന്റെ അത്രയൊന്നും ഇല്ല. അതായത് പെൺകുട്ടികളുടെ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം മെയിൻ ആയിട്ട് അതാണല്ലോ എല്ലാവരും നോക്കുന്നത്. കമ്മല് ഇത് എന്നെല്ലാം പറയുന്നത് നോർമലി വെക്കുന്ന ബംഗാളീസാണ് കമ്മലെല്ലാം വെക്കുന്നത്. ഈ സ്റ്റോൾ ഇട്ടെടുക്കുന്ന കമ്മലില്ല. സാധാരണയുള്ള കളിപ്പാട്ടം, ക്ലിപ്സ്, പിന്നെ ബാൻഡ്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. മെയിനായിട്ട് പോയത് ഈ ഒരു ഓണച്ചന്ത ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ദേവു തലശ്ശേരിയിലെ ഓണച്ചന്ത എങ്ങനെയുണ്ട് എന്നുള്ളത് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ട്രിവാൻഡ്രത്തുള്ളത് എനിക്ക് തോന്നുന്നത്, ഞാൻ അവിടെ എത്തിയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചന്ത ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ എങ്ങനത്തെ ചന്തയായിരിക്കും അവിടെ ഉണ്ടാവുക? അവിടെ ഇത്തരം തിരക്കുള്ള ചന്തകൾ അങ്ങനെ ഇല്ല. അവിടെ ആകെയുള്ള ആറ്റിങ്ങ ചന്തയാണ്. അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഇല്ല. കുറച്ച് ഇതേപോലത്തെ കുറെ തുണികളും സാധനങ്ങളും കമ്പലും. ഇതുപോലത്തെ പ്രൈം ലൊക്കേഷൻ ഏതാ? അവിടെ ആറ്റിങ്ങ ബസ് സ്റ്റാൻഡിന്റെ അവിടെ. കിളിമാനൂരോ? കിളിമാൻ്റെ ഒന്നുമില്ല. അവിടെ ഒരു ബോംബെ ഫാൻസി ഉണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും കൊള്ളൂല. അപ്പൊ നമ്മൾ നാളെ തന്നെ നേരെ ട്രിവാൻഡ്രത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നാളത്തെ ട്രെയിനും അത്യാവശ്യം
ബുക്കിംഗ് എല്ലാം ഫുള്ളാണ്. അതെ. കാരണം ഈ ഒരു സമയത്ത് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ 1.5 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ട് പോലും നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവൾ അപ്പുറത്തെ സൈഡ്, ഞാൻ ഇപ്പുറത്തെ സൈഡ്, അങ്ങനെയായിരിക്കും. അതിൽ നിങ്ങൾക്ക് നാളെ അവിടെ നിന്ന് കാണാം. അവിടെ നാളെ ട്രെയിനിനകത്തുള്ള വ്ളോഗ് അത്യാവശ്യം ഒരുപാട് ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചാൽ ഡൗട്ടാണ്. മിക്കവാറും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ള അവസ്ഥയായിരിക്കും. ഞാൻ ചാമിമാരുടെ ഇടയിലായിരിക്കും. ഞാനാണെങ്കിൽ ഓം ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, ഇങ്ങനെയായിരിക്കും. ബംഗാളിയുടെ കൂടെയാണെന്ന് എനിക്കറിയാം. ഇവളെന്തായാലും സൈഡ് അപ്പുറത്തെങ്ങാനും വരുന്നത്, അവൾ അടിച്ച് മേലെ കയറ്റാം, അതേ നടക്കൂ. അപ്പൊ ഗായ്സ്, എല്ലാവരും ഓണച്ചന്തയും ഇതെല്ലാം വീണ്ടും നിങ്ങളും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലപ്പോ നിങ്ങൾക്ക് ചെറിയ പൈസക്കെല്ലാം സാധനം കിട്ടും. എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനൽ പ്രൈസ് തന്നെയാണ് പലയിടത്തും ഈടാക്കുന്നത്. കമ്മല് പക്ഷെ ഒറിജിനൽ പ്രൈസ് അല്ല. കമ്മലിന്റെ ക്വാളിറ്റിയാണ് എനിക്ക് പക്ഷെ ഡൗട്ട് ഉള്ളത്. കാരണം നമ്മള് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ ക്വാളിറ്റി ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൗട്ടാണ്. കാരണം ചില കല്ലെല്ലാം ഇളകി പോയാണ്. അത് സീനില്ല, അത് ഓൾറെഡി എല്ലാം അങ്ങനെ ആയിരിക്കും. എന്തായാലും ആൾക്കാരുടെ കഴുത്ത് പിടിക്കലാണ് ഓണത്തിന് ചില കച്ചവടക്കാർ ചെയ്യുന്നത്. അത് എല്ലാരും ചെയ്യാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് പാക്കിങ് ഇതെല്ലാം ആയിട്ട് കുറച്ച് പണി ഇവിടെ പെൻഡിങ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഈ സമയം കൊണ്ട് നമ്മൾ തീർക്കണം. അത് ഞാൻ കുളിക്കാത്തതിന്റെ മെയിൻ കാരണം ചന്തയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും വേർത്ത് കുളിച്ചൊരു പണിയാവും. അതുകൊണ്ട് അത് മനുഷ്യരായിരിക്കണം വേർത്ത് ഇതെല്ലാം മേടിക്കാൻ. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് നാളെ ട്രിവാൻഡ്രം പോകുന്ന വ്ലോഗ് എനിക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുവരേക്കും ബൈ.